കർത്താവേ, രാജാവ് അങ്ങയുടെ ശക്തിയിൽ സന്തോഷിക്കുന്നു. അങ്ങയുടെ സഹായത്തിൽ അവൻ എത്രയധികം ആഹ്ലാദിക്കുന്നു. അവന്റെ ഹൃദയാഭിലാഷം അങ്ങു സാധിച്ചു കൊടുത്തു. അവന്റെ യാചന അങ്ങു നിഷേധിച്ചില്ല. സമൃദ്ധമായ അനുഗ്രഹങ്ങളുമായി അവിടുന്ന് അവനെ സന്ദർശിച്ചു. അവന്റെ ശിരസിൽ തങ്കക്കിരീടം അണിയിച്ചു. അവൻ അങ്ങയോടു യാചിച്ചു, അവിടുന്ന് അതു നൽകി. സുദീർഘവും അനന്തവുമായ നാളുകൾ തന്നെ അങ്ങയുടെ സഹായത്താൽ അവന്റെ മഹത്വം വർദ്ധിച്ചു. അങ്ങ് അവന്റെ മേൽ തേജസ്സും പ്രതാപവും ചൊരിഞ്ഞു. അവിടുന്ന് അവനെ എന്നേക്കും അനുഗ്രഹപൂർണനാക്കി. അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ സന്തോഷം കൊണ്ട് അവനെ ആനന്ദിപ്പിച്ചു. രാജാവു കർത്താവിൽ വിശ്വസിച്ച് ആശ്രയിക്കുന്നു. അത്യുന്നതന്റെ കാരുണ്യം നിമിത്തം അവൻ നിർഭയനായിരിക്കും. അങ്ങയുടെ കൈ സകല ശത്രുക്കളെയും തിരഞ്ഞു പിടിക്കും. അങ്ങയുടെ വലതുകരം അങ്ങയെ വെറുക്കുന്നവരെ പിടികൂടും. അങ്ങയുടെ വലതുകരം അങ്ങയെ വെറുക്കുന്നവരെ പിടികൂടും. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, വീണ്ടും ഒരു പുതിയ പ്രഭാതം നല്ല ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്നു. സ്നേഹപിതാവായ ദൈവത്തിന് നമുക്ക് കൃതജ്ഞത അർപ്പിക്കാം. കർത്താവേ, പുതിയ പ്രഭാതം അങ്ങ് നൽകിയല്ലോ. ഈ പ്രഭാതത്തിൽ എന്നെ വിളിച്ചുണർത്തിയല്ലോ. എനിക്ക് വേണ്ട ആരോഗ്യം നൽകി, പുതിയ അഭിഷേകം നൽകി. ഓരോ പ്രഭാതത്തിലും അവിടുത്തെ പുതിയ സ്നേഹം നൽകി എന്നെ ഉണർത്തുന്ന അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു എന്നുള്ള ഒരു ഹൃദയത്തേറ്റം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുക 21-ാം സങ്കീർത്തനത്തിലാണ്. ആ സങ്കീർത്തനത്തിൻ്റെ ഉള്ളറയിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. ഇവിടെ ഇങ്ങനെ കാണുന്നു: രാജാവിന് വിജയം നൽകിയതിന് കൃതജ്ഞത. രാജാവിന് വിജയം നൽകിയതിന് കൃതജ്ഞത. സാധാരണ രാജാവ് എന്ന് പറയുമ്പോൾ എല്ലാം ഉള്ളവനാണ്. അവൻ ആരോടും വലിയ കടപ്പാടിൻ്റെ കാര്യമൊന്നുമില്ല. എങ്കിൽ ഇവിടെ എന്താ കാണുന്നത്? രാജാവിന് ഒരു ചിന്തയുണ്ട്. എനിക്ക് വിജയം നൽകുന്നത് ദൈവമാണെന്നുള്ള അവബോധം. എല്ലാം ഉള്ളത് രാജാവിന് എന്തിനാ കുറവുള്ളത്? സൈന്യബലമുണ്ട്, സമ്പത്തുണ്ട്, വലിയ പ്രാഭാവമുണ്ട്. അതാണ് രാജാവിൻ്റെ ചുറ്റുപാടുകൾ. പ്രിയമുള്ളവരെ, എന്നിട്ടും രാജാവ് കൃതജ്ഞത അർപ്പിക്കുകയാണ് ദൈവത്തിന്. രാജാവിൻ്റെ ഹൃദയത്തിലുണ്ട്, ദൈവമാണ് എനിക്കെല്ലാം നൽകുന്നത്, വിജയം നൽകുന്നത്, അനുഗ്രഹം നൽകുന്നത്, സമ്പത്ത് നൽകുന്നത്, സൈന്യബലം നൽകുന്നത് ദൈവമാണെന്നുള്ള അവബോധം, വിശ്വാസം,
അതിന് രാജാവ് കൃതജ്ഞത അർപ്പിക്കുകയാണ്. എന്താ നമ്മൾ കാണുന്നത്? കർത്താവേ, രാജാവ് അങ്ങയുടെ ശക്തിയിൽ സന്തോഷിക്കുന്നു, അങ്ങയുടെ സഹായത്താൽ അവൻ എത്രയധികം ആഹ്ലാദിക്കുന്നു. അപ്പൊ ദൈവത്തിൻ്റെ ശക്തിയിലും ദൈവത്തിൻ്റെ സഹായത്താലും രാജാവ് ആഹ്ലാദിക്കുകയാണ്, സന്തോഷിക്കുകയാണ്. എന്നിട്ട് ദൈവത്തിന് നന്ദി പറയുകയാണ്. പ്രിയമുള്ളവർ, ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും വേരുറച്ച് നിൽക്കണം. എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറയുന്ന ഒരു സ്വഭാവ വിശേഷത. രാജാവിനെല്ലാം ഉണ്ടായിട്ടും ആ രാജാവ് തിരിച്ചറിയുകയാണ് ദൈവമാണ് എല്ലാം തരുന്നതെന്ന്. നമ്മൾ പലപ്പോഴും ഒന്നുമില്ലാഞ്ഞിട്ടും ആ ഉള്ളതൊക്കെ വെച്ച് എൻ്റെ നേട്ടം, എൻ്റെ കഴിവ്, എൻ്റെ ശക്തി എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറില്ലേ? ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ പറയുകയാണ്, ഇതാ ദൈവത്തിൽ ആശ്രയിക്കുക, എല്ലാ കാര്യങ്ങളും ദൈവത്തോട് നന്ദി പറയുക. അങ്ങനെ ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത്? രാജാവിൻ്റെ ഹൃദയാഭിലാഷം അങ്ങ് സാധിച്ചു കൊടുത്തു. അപ്പൊ രാജാവ് ദൈവത്തിൽ ആനന്ദിക്കുകയാണ്, ദൈവത്തിൽ സന്തോഷിക്കുകയാണ്, ദൈവത്തിന് സഹായത്താൽ നന്ദി പറയുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? അവൻ്റെ ഹൃദയാഭിലാഷം ദൈവം സാധിച്ചു കൊടുക്കും. വീണ്ടും എന്ത് കാണുന്നു? അവൻ്റെ യാചന ദൈവം നിഷേധിക്കില്ല. അവൻ്റെ യാചന ദൈവം നിഷേധിക്കില്ല. വീണ്ടും കാണുന്നു, സമൃദ്ധമായ അനുഗ്രഹങ്ങളുമായി അവിടുന്ന് അവനെ സന്ദർശിച്ചു. അപ്പൊ ഉള്ളവന് വീണ്ടും നൽകപ്പെടും. എന്താ? നന്ദിയോടുകൂടി ദൈവത്തെ തേടുന്നവന് വീണ്ടും നൽകിക്കൊണ്ടിരിക്കും ദൈവം. ഹൃദയത്തിൽ നന്ദിയുണ്ടെങ്കിൽ, ദൈവമേ അങ്ങാണ് എല്ലാറ്റിൻ്റെയും ഉടയവൻ എന്നുള്ള അവബോധമുണ്ടെങ്കിൽ, ആ ഏറ്റുപറച്ചിലുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും അവന് നൽകിക്കൊണ്ടിരിക്കുമെന്ന്, സമൃദ്ധി നൽകുമെന്ന്. ഇതാ സമൃദ്ധമായ അനുഗ്രഹങ്ങളുമായി അവിടുന്ന് അവനെ സന്ദർശിച്ചു. അവൻ്റെ ശിരസിൽ തങ്കക്കിരീടം അണിയിച്ചു. ദൈവം കൊടുക്കുന്നതാണ് ആ പ്രാഭാവം, ആ മഹിമ. എന്ത്? തന്നെ തേടുന്നവനെ, തന്നെ വിളിച്ചപേക്ഷിക്കുന്നവനെ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ തൻ്റെ അരികിൽ വരുന്നവനെ, എല്ലാറ്റിനും നന്ദി പ്രകാശിപ്പിക്കുന്നവനെ തങ്കക്കിരീടം അണിയിക്കുകയാണ് ദൈവം. പ്രിയരെ, ഓരോ കാര്യങ്ങൾക്കും നമ്മൾ നന്ദിയുള്ളവരായി മാറുവാനുള്ള ഒരു ഹൃദയത്തുറവി ഉണ്ടാകണം. ഓരോ പ്രഭാതത്തിലും എൻ്റെ ദൈവമാണ് എന്നെ ഉണർത്തിയത്, എൻ്റെ ദൈവമാണ് എന്നെ നടത്തുന്നത്, ദൈവമാണ് എന്നെ കരം പിടിക്കുന്നത്, ഓരോ കാര്യവും ദൈവമാണ് ചെയ്യുന്നത്, അവിടുത്തെ കരുണയാണ് എൻ്റെ ജീവിതത്തിൻ്റെ ആകത്തുക. ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ അനുനിമിഷം ഉണരുമ്പോൾ സമൃദ്ധിയുടെ നിറവ് നൽകുന്ന തങ്കക്കിരീടത്താൽ അണിയപ്പെടുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് സങ്കീർത്തനം ഓർമ്മിക്കുകയാണ്. വീണ്ടും പറയുന്നു, അവൻ അങ്ങയോട് ജീവനെ യാചിച്ചു, അവിടുന്ന് അത് നൽകി. നമ്മൾ എപ്പോഴും തിരിച്ചറിയേണ്ടതുണ്ട്, ദൈവത്തിൻ്റെ ദാനമാണ് ജീവൻ. ദൈവത്തിൻ്റെ ദാനമാണല്ലോ ജീവൻ. അവിടുന്ന് അരുളി ചെയ്തല്ലോ, ഞാൻ വന്നിരിക്കും നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. അപ്പോൾ ജീവൻ നൽകുന്ന ദൈവമാണ് നമ്മുടെ ബലം. നമ്മുടെ ശുഷ്കിച്ചു പോകുന്ന അവസ്ഥയിൽ, തളർന്നു പോകുന്ന നിമിഷങ്ങളിൽ ദൈവമെന്ന സജീവത്വത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ അവിടുന്നുള്ള ജീവൻ നമ്മളിലേക്ക് ഇതാ പ്രസരിച്ചുകൊണ്ടിരിക്കും. അവൻ ജീവൻ നൽകാൻ വന്നിരിക്കുന്നതാണ്. അതാണ് പറയുന്നത്, അവൻ അങ്ങയോട് ജീവനെ യാചിച്ചു, അവിടുന്ന് അത് നൽകി. സുദീർഘവും അനന്തവുമായ നാളുകൾ തന്നെ അങ്ങയുടെ സഹായത്താൽ അവൻ്റെ മഹത്വവും വർദ്ധിച്ചു, അവൻ്റെ മേൽ തേജസ്സും പ്രതാപവും ചൊരിഞ്ഞു. പ്രിയമുള്ളവരെ, ദൈവത്തോട് നന്ദി അർപ്പിക്കുന്ന, കൃതജ്ഞത അർപ്പിക്കുന്ന, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രദർശിപ്പിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഇതാ അനുനിമിഷം മഹത്വവും, അവന് തേജസ്, പ്രതാപം, മഹത്വം ദൈവം നൽകും. അവനെ ഉയർത്തും, ദൈവം അനുഗ്രഹിക്കും. അവൻ്റെ ജീവിതങ്ങൾ ചവിട്ടുപടികൾ കയറുന്ന അനുഭവം ഉണ്ടാകും. അവൻ്റെ ചുറ്റുപാടിൽ എത്ര ശത്രു സൈന്യങ്ങൾ ആഞ്ഞടിച്ചാലും അവന് വിജയം നൽകും ദൈവം. അവന് മഹത്വമുണ്ടാകും, അവന് തേജസ് ഉണ്ടാകും. അവൻ്റെ ജീവിതത്തിന് എവിടെ ചെന്നാലും അവൻ അനുഗ്രഹമായി മാറുന്ന ഒരു അനുഭവം. അതല്ലേ ദൈവം നമ്മളോട് ഓർമ്മിപ്പിക്കുന്നത്. ഈ പുതിയ പ്രഭാതത്തിൽ നമുക്കും ഹൃദയത്തിൽ തീരുമാനമെടുക്കാം, കർത്താവേ, അവിടുത്തെ സ്നേഹത്തിന് നന്ദി പറയുവാൻ, അവിടുത്തെ കരുണയ്ക്ക് നന്ദി പറയുവാൻ. ഓരോ പ്രഭാതത്തിലും ദൈവമേ അങ്ങേക്ക് നന്ദി, എന്നെ ഉണർത്തിയതിന്, എനിക്ക് ബലം നൽകിയതിന്, എനിക്ക് ശക്തി പകരുന്നതിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്ന ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഈ പുതിയ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹത്തിൻ്റെയും കൃപയുടെയും നിറവ് നമ്മുടെ ഹൃദയം സ്വായത്തമാക്കട്ടെ.
കർത്താവേ രാജാവ് അങ്ങയുടെ ശക്തിയിൽ സന്തോഷിക്കുന്നു. അങ്ങയുടെ സഹായത്തിൽ അവൻ എത്രയധികം ആഹ്ലാദിക്കുന്നു. അവന്റെ ഹൃദയാഭിലാഷം അങ്ങു സാധിച്ചു കൊടുത്തു. അവന്റെ യാചന അങ്ങു നിഷേധിച്ചില്ല. സമൃദ്ധമായ അനുഗ്രഹങ്ങളുമായി അവിടുന്ന് അവനെ സന്ദർശിച്ചു. അവന്റെ ശിരസിൽ തങ്കക്കിരീടം അണിയിച്ചു. ദൈവത്തെ സ്നേഹിക്കുന്നവനെ എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് കർത്താവെ അങ്ങേക്ക് നന്ദി എന്ന് പറയുന്ന ഹൃദയമൊരുക്കുന്നവനെ ദൈവം എന്തു ചെയ്യും? അവനെ എന്നേക്കും അനുഗ്രഹപൂർണനാക്കും. എന്നേക്കും അനുഗ്രഹപൂർണനാക്കും ദൈവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം അനുഗ്രഹം നിറഞ്ഞതായി മാറുന്നു മാത്രമല്ല, നമ്മളും അനുഗ്രഹമായി മാറും. നമുക്കറിയാം, മെഴുതിരി തെളിച്ചുകൊണ്ട് നമ്മൾ ഇരുളാർന്ന് എവിടെയോ കടന്നു ചെല്ലുന്നു, അവിടെയെല്ലാം പ്രകാശം പരക്കുന്നത് പോലെ. കാര്യം ഒരു മെഴുകുതിരി ആയിരിക്കാം, പക്ഷേ അതിൻ്റെതായ ഒരു പ്രകാശ ധവളിമ എല്ലായിടും പരക്കും. എന്നതുപോലെ തന്നെ നമ്മൾ എവിടെയൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ അരൂപിയുണ്ടെങ്കിൽ കടന്നു ചെല്ലുന്ന എല്ലാ മേഖലകളും അനുഗ്രഹത്തിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാകും. എന്താ നമ്മൾ വചനത്തിൽ കാണുന്നത്? എന്നെ സ്നേഹിക്കുന്നവനെ ഞാനും സ്നേഹിക്കുന്നു, ജാഗരൂകതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തുന്നു. സമ്പത്തും ബഹുമാനവും നിലനിൽക്കുന്ന ധനവും ഐശ്വര്യവും എൻ്റെ അടുക്കലുണ്ട്. എന്നിൽ നിന്നുള്ള ഫലം സ്വർണത്തേക്കാൾ തങ്കത്തേക്കാൾ പോലും ശ്രേഷ്ഠമത്രേ. എൻ്റെ ഉൽപ്പന്നം വിശിഷ്ടമായ വെള്ളിയേക്കാളും. ഞാൻ എന്നെ സ്നേഹിക്കുന്നവരെ സമ്പന്നരാക്കി അവരുടെ ഭണ്ഡാരം നിറയ്ക്കുന്നു. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവരെ എല്ലാവിധത്തിലും സമ്പന്നരാക്കും ദൈവം. എല്ലാവിധത്തിലും. അത് ഭൗതിക സമ്പത്ത് മാത്രമല്ല, സ്നേഹത്തിൽ സമ്പന്നത ഉണരും, ജ്ഞാനത്തിൽ സമ്പന്നത ഉണരും, ദൈവിക കൃപയിൽ സമ്പന്നത ഉണരും. അതെ, എല്ലാ കാര്യങ്ങളിലും സമ്പത്ത് നൽകും ദൈവം, സമ്പന്നത. പക്ഷെ പലപ്പോഴും നമ്മൾ കാണുന്നത് എന്താ? ഭൗതികമായ കുറെ നേട്ടങ്ങൾക്ക് സമ്പന്നത എന്ന് നമ്മൾ കാണാറുണ്ട്. അത് മാത്രമല്ല, ജീവിതത്തിൻ്റെ ഒരു മനുഷ്യനായി ജീവിച്ച് ഒരു മനുഷ്യത്വത്തിൻ്റെ സാക്ഷ്യം നൽകേണ്ട, പ്രത്യേകിച്ച് ദൈവസാക്ഷ്യം നൽകേണ്ട ഒരു വ്യക്തിയുടെ പൂർണ്ണതയിലേക്ക് ദൈവം തൻ്റെ സ്നേഹപ്രകാശം ചൊരിയും, നമ്മളെ വളർത്തും, അനുഗ്രഹിക്കുമെന്നാണ് പറയുന്നത്. തന്നെ സ്നേഹിക്കുന്നവനെ, എന്നെ സ്നേഹിക്കുന്നവനെ ഞാനും സ്നേഹിക്കും. ദൈവം പറയുക, എന്നെ സ്നേഹിക്കുന്നവനെ ഞാനും സ്നേഹിക്കും. വീണ്ടും എന്താ പറയുന്നത്? ജാഗരൂകതയോടെ എന്നെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തുന്നു. അപ്പോൾ വെറുതെയല്ല, ദൈവത്തിന് വേണ്ടി അന്വേഷിക്കാനുള്ള ത്വര നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. ദൈവത്തിന് വേണ്ടിയുള്ള ദാഹം ഉണ്ടാകണം. ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ സമയമുണ്ടാകണം. ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ സമ്പന്നത ഉണ്ടാകണം. അതേ പ്രിയമുള്ളവരെ, ദൈവത്തിനെ ദൈവമായി അംഗീകരിക്കണം, ദൈവത്തിന് മഹത്വം നൽകണം. അങ്ങനെ ചെയ്യുമ്പോഴാ അവൻ്റെ മേൽ തേജസ്സും പ്രതാപവും ചൊരിയും. അവിടുന്ന് അവനെ എന്നേക്കും അനുഗ്രഹപൂർണനാക്കും. അങ്ങയുടെ സാന്നിധ്യത്തിന് സന്തോഷം കൊണ്ട് അവനെ ആനന്ദിപ്പിക്കും. എന്തുകൊണ്ടാണ് നമ്മുടെ സന്തോഷം കെട്ടുപോകുന്നത്? എന്തുകൊണ്ടാണ് ഹൃദയത്തിൽ ആനന്ദമില്ലാത്തത്? ദൈവത്തിൻ്റെ അളവ് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രമുണ്ടോ? ദൈവത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ ദൈവാത്മാവ് നമ്മളിൽ എത്രമാത്രം നിറയുന്നു അത്രമാത്രം അതിൻ്റെ ഫലങ്ങൾ നമ്മൾ പ്രസരിക്കും. സ്നേഹവും ശാന്തിയും ആനന്ദവും ക്ഷമയും ദയയും നന്മയും വിശ്വസ്തതയും സൗമ്യതയും ആത്മസംയമനവും. അതെ, അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എത്രമാത്രം അളവിൽ നമ്മളിലുണ്ട് അത്രമാത്രം ദൈവ സ്വഭാവം നമ്മൾ ഉണരാൻ തുടങ്ങും. എത്രമാത്രം ദൈവാത്മാവിൻ്റെ ശുഷ്കത നമ്മളിൽ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു, ആ ശുഷ്കത നമ്മളിൽ നിറഞ്ഞ് ഇരിക്കുന്നു. ശുഷ്കമായി പോകുമ്പോൾ നമ്മളിൽ അശാന്തി നിറയും, അസമാധാനം നിറയും, അസംതൃപ്തിയിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കും. ഒന്നിലും സന്തോഷമില്ല, സമാധാനമില്ല, സംതൃപ്തിയില്ല. ഇങ്ങനെ ഒരു അടഞ്ഞ അവസ്ഥയിലേക്ക്, മരവിച്ച അവസ്ഥയിലേക്ക്, ശുഷ്കമായ അവസ്ഥയിലേക്ക് നമ്മൾ വഴുതിയങ്ങും. എന്നാൽ ഈ പ്രഭാതം ദൈവം നമ്മൾ എന്തിനു വേണ്ടി ഒരുക്കിയിരിക്കുന്നത്? മക്കളായ നമ്മൾ സന്തോഷത്തോടെ, സമാധാനത്തോടെ, ആരോഗ്യത്തോടെ, ഉറച്ച വിശ്വാസത്തോടെ,
പ്രത്യാശയോടെ ജീവിക്കുവാനുള്ള വരവും കൃപയും സ്വായത്തമാക്കാൻ വേണ്ടിയാ. അതിന് ദൈവത്തോട് നമ്മൾ എപ്പോഴും കടപ്പെട്ടിരിക്കണം. ദൈവത്തോട് നന്ദി പറയണം. ഇടപെടാതെ ആ ദൈവസ്നേഹം അനുഭവിക്കണം. വീണ്ടും നമ്മൾ കാണുന്നു, രാജാവ് കർത്താവിൽ വിശ്വസിച്ച് ആശ്രയിക്കുന്നു. അത്യുന്നതന്റെ കാരുണ്യം നിമിത്തം അവൻ നിർഭയനായിരിക്കും. ഒന്ന് ധ്യാനിക്കണം പ്രിയരെ. എന്താ? രാജാവ് കർത്താവിൽ വിശ്വസിച്ച് ആശ്രയിക്കുന്നു. സത്യത്തില് ദൈവത്തിന് ആ സ്നേഹം കൊടുക്കുന്ന രാജാവിനെ ദൈവം അറിയുക. എന്താ? രാജാവ് കർത്താവിൽ വിശ്വസിക്കുകയാണ്. സത്യത്തിൽ എല്ലാം ഉള്ളവൻ പലപ്പോഴും താൻ പോരുമയിൽ ഞെളിഞ്ഞു നടക്കും. വലിയ ദൈവവിശ്വാസം ഉണ്ടാകിയല്ല, കാരണം എല്ലാം ഉണ്ടല്ലോ. പക്ഷേ ഇവിടെ കാണുന്ന എന്താ? രാജാവ് ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയാണ്. വീണ്ടും കാണുന്നു, അത്യുന്നതന്റെ കാരുണ്യം നിമിത്തം അവൻ നിർഭയനായിരിക്കും. ഈ ദൈവത്തിന്റെ കരുണ അവനെ പൊതിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് അവനൊന്നിനും പേടിയില്ല. എന്തു വന്നാലും എൻ്റെ ദൈവമുണ്ട്, എന്ത് പ്രതികൂലത വന്നാലും എൻ്റെ കർത്താവുണ്ട്. എത്ര തളർന്നു പോകുന്ന അവസ്ഥയിലും എൻ്റെ ദൈവത്തിൻ്റെ ബലം നൽകി അവൻ ദൈവം എന്നെ കൂടെ നിൽക്കും എന്നുള്ള ഉറപ്പുണ്ട്. അതാണ് അവൻ നിർഭയനായിരിക്കും എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഈ നിർഭയത്വം നമ്മളിലുണ്ടോ? പലപ്പോഴും നമ്മളൊരു നിസ്സാര കാര്യം വരുമ്പോൾ ഭയന്നു പോകും. നമ്മൾ ആഞ്ഞടിച്ചെല്ലുന്ന അലമാറ ഈ തിരമാലയിൽപ്പെട്ട് ഉലയുന്ന തോണി പോലെ നമ്മളിങ്ങനെ ഉലഞ്ഞുകൊണ്ടിരിക്കും. എന്തുകൊണ്ടാ? വിശ്വാസമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഭയപ്പെടുന്നത്. കർത്താവ് പറയുന്നില്ലേ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഞാനാണ് നിന്റെ ദൈവം, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും, ഞാൻ നിനക്ക് ബലം നൽകും, ഞാൻ നിനക്ക് കൃപ നൽകും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് എന്ത് നമ്മൾ ചെയ്യണം? നിർഭയനായിരിക്കുക. എന്തും വരട്ടെ എന്നേ, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ടെന്നുള്ള അവബോധം ഈ പുതിയ പ്രഭാതത്തിൽ ഹൃദയത്തിൽ നിറയ്ക്കട്ടെ. ഞാൻ തളരില്ല, ഞാൻ പതറില്ല, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. ഒരു പക്ഷേ ചുറ്റുപാടുകളിൽ എന്തൊക്കെ ഉണ്ടായാലും, എന്തുമാത്രം ആഞ്ഞടിക്കുന്ന പ്രശ്നങ്ങളുണ്ടായാലും, എൻ്റെ കർത്താവ് എൻ്റെ ബലമാണ്, എൻ്റെ കർത്താവ് എൻ്റെ കോട്ടയാണ്, എൻ്റെ രക്ഷകൻ എൻ്റെ ആശ്രയമാണ്, എനിക്ക് അവിടുന്ന് ആലംബമാണ് എന്നുള്ള അവബോധത്തിലും വിശ്വാസത്തിലും ഈ രാജാവിനെ പോലെ നമ്മൾ അടിയുറയ്ക്കണമെന്ന് സങ്കീർത്തനം ഓർമ്മിപ്പിക്കുകയാണ്. അതെ, രാജാവ് കർത്താവിൽ വിശ്വസിച്ച് ആശ്രയിക്കുന്നു. അത്യുന്നതന്റെ കാരുണ്യം നിമിത്തം അവൻ നിർഭയനായിരിക്കും. അവൻ നിർഭയനായിരിക്കും. ആ നിർഭയത്വം നമ്മുടെ ഹൃദയത്തെ ഭരിക്കട്ടെ. ഞാൻ ഭയപ്പെടില്ല, ഞാൻ തളരില്ല, ഞാൻ ഉലഞ്ഞു പോകില്ല, കാരണം കർത്താവാണ് എൻ്റെ കാവൽക്കാരൻ എന്നുള്ള വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ നിറച്ച് ഈ പ്രഭാതത്തിൽ യാത്ര ആരംഭിക്കാം. അവൻ അങ്ങയോടു യാചിച്ചു, അവിടുന്ന് അതു നൽകി. സുദീർഘവും അനന്തവുമായ നാളുകൾ തന്നെ അങ്ങയുടെ സഹായത്താൽ അവന്റെ മഹത്വം വർദ്ധിച്ചു. അങ്ങ് അവന്റെ മേൽ തേജസ്സും പ്രതാപവും ചൊരിഞ്ഞു. കർത്താവിൽ വിശ്വസിക്കുന്നവൻ എപ്പോഴും നിർഭയനായിരിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോടുള്ള കൂറ്, ദൈവം ചെയ്യുന്ന ചെറുതും വലുതുമായ എണ്ണമറ്റ അനുഗ്രഹങ്ങൾക്കുള്ള നന്ദി, കൃതജ്ഞത അർപ്പണം, എല്ലാം എൻ്റെ ദൈവത്തിൻ്റെ ദാനമാണെന്നുള്ള ഉറച്ച തിരിച്ചറിവ്, ഇതെല്ലാം ഹൃദയത്തിൽ നിറയ്ക്കുവാൻ നമുക്ക് ഈ പ്രഭാതം ഇടയാക്കട്ടെ. അതെ, അത്യുന്നതന്റെ കാരുണ്യം നിമിത്തം അവൻ നിർഭയനായിരിക്കും. അവിടുത്തെ കരം സകല ശത്രുക്കളെയും തിരഞ്ഞു പിടിക്കും. പ്രിയമുള്ളവരെ, നമ്മളെ തകർക്കാൻ വരുന്ന ദുഷ്ടശക്തികളുണ്ട്. നമ്മളെ ദൈവം പ്രത്യാശയും വലിയ സ്നേഹവും ശാന്തിയും ആനന്ദവും ക്ഷമയും ദയയും നന്മയും വിശ്വസ്തതയും ഒക്കെ നമ്മുടെ ഹൃദയത്തിൽ നിറയ്ക്കുമ്പോൾ ഇതാ ദുഷ്ടാത്മാക്കൾ കടന്നു വന്ന് അതിൽ നിന്നെല്ലാം നമ്മളെ വിദൂരതയിലേക്ക് അകറ്റുവാൻ ശ്രമിക്കും. പ്രലോഭനത്തിൻ്റെ ഉൾത്തള്ളിലുകളാൽ നമ്മളെ തകർക്കുവാൻ ശ്രമിക്കും. മാത്രമല്ല, നമ്മളിൽ നിഷേധാത്മകമായ വൈകാരികതകൾ നിറച്ച് നിരാശ, വിഷാദം, ആകുലത, ഉത്കണ്ഠ ഇതെല്ലാം നിറച്ച് നമ്മളെ തകർക്കാൻ ശ്രമിക്കും. എന്നാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്?
കർത്താവിൽ അടിയുറച്ച് വിശ്വസിക്കുക. അവിടത്തേക്ക് തിരുമുമ്പിൽ നിർഭയനായി ചരിക്കുക. ദൈവമേ, അങ്ങൻ്റെ കൂടെയുണ്ടെങ്കിൽ എനിക്കൊന്നിനോടും പരാതിയില്ല, പരിഭവമില്ല, ഭയമില്ല എന്നുള്ള വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിലുണ്ടാകുവാൻ, അത് ഹൃദയത്തിൽ നിറയ്ക്കുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. പ്രിയരെ, ഈ പുതിയ പ്രഭാതത്തിൽ പുതിയ ശക്തി നിറച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന അനുഭവം ഉണ്ടാകാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ഹൃദയത്തിൽ പ്രാർത്ഥന ഉണരട്ടെ. കർത്താവേ, ഈ പുതിയ പ്രഭാതവും പുതിയ സ്നേഹവും നൽകിയിൽ ഞങ്ങൾ നന്ദി പറയുന്നു. രാജാവ് പോലും എല്ലാത്തിനും നിറവുള്ള, അല്ലെങ്കിൽ ഒരു കുറവുമില്ലാത്ത രാജാവിൻ്റെ സമ്പന്നതയിൽ നിന്നുകൊണ്ട് ആ രാജാവ് പോലും ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാം എനിക്ക് തന്നത് ദൈവമാണെന്നുള്ള ഏറ്റുപറച്ചിലിൽ രാജാവ് വിശ്വസിച്ച് ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ഒന്നുമില്ലാത്തവരായി ഞങ്ങൾ എത്രമാത്രം അടിയുറച്ച് ദൈവത്തിൽ ആശ്രയിക്കണം. എല്ലാറ്റിനും നന്ദി പറയണം. ദൈവം തരുന്ന ജീവന്, ദൈവം തരുന്ന ആരോഗ്യത്തിന്, ദൈവം തരുന്ന കഴിവിന്, ദൈവം തരുന്ന സമ്പത്തിന്, ദൈവം തരുന്ന ഭവനത്തിന്, ദൈവം തരുന്ന ജോലിക്ക്, ദൈവം തരുന്ന മക്കൾക്ക് എല്ലാറ്റിനും നന്ദി പറയണമല്ല കർത്താവേ. അതാ ഞങ്ങളിതാ ഏറ്റുപറയുന്ന കർത്താവേ, അവിടുത്തെ വലിയ കരുണയ്ക്ക് മുൻപിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. എപ്പോഴും അങ്ങിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. വിശ്വാസത്തോടെ ഏറ്റുപറയുന്നു, അങ്ങാണ് ഞങ്ങളുടെ ദൈവം, എല്ലാം നൽകുന്ന ദൈവം, എല്ലാ കഴിവും കൃപയും എല്ലാം നൽകുന്ന ദൈവം, എല്ലാ സമ്പന്നതയും എല്ലാ സ്വസ്ഥതയും നൽകുന്ന ദൈവം, സമാധാനവും ശാന്തിയും നൽകുന്ന ദൈവം. ദൈവമേ, അങ്ങേക്ക് മഹത്വമുണ്ടാകട്ടെ. ഈ പുതിയ പ്രഭാതത്തിൽ നന്മയുടെ സാക്ഷ്യങ്ങളായി കർത്താവിന് സാക്ഷ്യം നൽകുവാൻ, തിരുവചനത്തിന് സാക്ഷ്യം നൽകുവാൻ, സാക്ഷികളായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, അഭിഷേകം ചെയ്യണമേ. അങ്ങനെ നന്മയുടെ വഴിത്താരയിൽ ഞങ്ങൾ ചരിക്കട്ടെ. ഇപ്പോഴും അവിടുത്തെ കൃപയാൽ ഞങ്ങൾ പുലരട്ടെ. ആമേൻ. അവിടുന്ന് അവനെ എന്നേക്കും അനുഗ്രഹപൂർണനാക്കി അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ സന്തോഷം കൊണ്ട് അവനെ ആനന്ദിപ്പിച്ചു. രാജാവു കർത്താവിൽ വിശ്വസിച്ച് ആശ്രയിക്കുന്നു. അത്യുന്നതന്റെ കാരുണ്യം നിമിത്തം അവൻ നിർഭയനായിരിക്കും. അങ്ങയുടെ കൈ സകല ശത്രുക്കളെയും തിരഞ്ഞു പിടിക്കും. അങ്ങയുടെ വലതുകരം അങ്ങയെ വെറുക്കുന്നവരെ പിടികൂടും. അങ്ങയുടെ വലതുകരം അങ്ങയെ വെറുക്കുന്നവരെ പിടികൂടും.